ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ കായ്പോളയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കായ്പോള എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ ഒന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കായ്പോള ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പഴമൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുത്ത് വരാം. പഴം വാട്ടാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം നമുക്ക് പഴം ഈ ഒരു പാനിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ മുന്തിരിയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴം ഇവിടെ വാടിയിട്ടുണ്ട്. നമുക്കിവിടെ തീ ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് കണ്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്ററി റെഡിയാക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കോഴിമുട്ടയാണ്. കോഴിമുട്ട അതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് പാലെടുക്കുന്നുണ്ട്. ഇത് ചെറിയ കപ്പാണ്. നമുക്ക് പാകത്തിന് ഏലക്കായിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പഴം മധുരം ഉള്ളതുകൊണ്ട് കുറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ചെറുതായി അടിച്ചെടുത്ത് വരാം. നമ്മുടെ പാലും മുട്ടയും എല്ലാം കൂടെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ വാട്ടി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. സ്പൂൺ കൊണ്ട് കോരിയിട്ട് കിട്ടണില്ല. അപ്പോൾ എളുപ്പപ്പണിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തയ്യാറാക്കുന്ന ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്തായാലും നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് അതിലേക്ക് ഞാൻ പഴം വാട്ടി വെച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിത് തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഒരു ചായപാത്രത്തിലാണ്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്, അതുകൊണ്ട് അടി പിടിക്കൊന്നുമില്ല. ഞാനിത് തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഒരു ചായപാത്രത്തിലാണ്. ഇതിലാവുമ്പോൾ പിന്നെ പേടിക്കാനില്ല, അടി പിടിക്കൊന്നുമില്ല. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിതാ ഇതുപോലത്തെ ഒരു പഴയ പത്രിക്കല്ലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഈ കല്ലിവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതോടെ നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കൊരു പപ്പടക്കൊള്ളിയായിട്ട് ഒന്നിങ്ങനെ ഓട്ടി നോക്കാം. അപ്പോൾ അതാ പപ്പടക്കൊള്ളിയുമ്പോൾ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കായ്പോള ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടാറിൻ്റെ ശേഷം. അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റിയായ കായപ്പോള അതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിലേറെ ടേസ്റ്റുമാണ്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണല്ലോ കായപ്പോള. ആരും വേണ്ടാന്ന് അറിയില്ല, കിട്ടിയാൽ എത്രയും കഴിക്കും. അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു സംഭവത്തിന്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് കാണിക്കണില്ല. ഇതിൻ്റെ റിച്ചൂസിന് സ്കൂൾക്ക് കൊടുത്ത് വിടാനുള്ളതാണ്. സ്കൂളിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യാത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.